أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കൗസർ ആയത് നമ്പർ 3. അർത്ഥം: അതിനാൽ നീ നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഈ ആയത്തിന്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിമൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥമായ തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഹുസൂർ പറയുന്നു, ഇവിടെ കഴിഞ്ഞ അവസാനം കേൾപ്പിച്ച ദർസിൽ ഹുസൂർ പരാമർശിച്ചിരുന്ന നമസ്കാരത്തിൻ്റെ 2 സമയങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനുശേഷം ഹുസൂർ മുന്നോട്ട് പറയുന്നു, നമസ്കാരത്തിൻ്റെ യഥാർത്ഥ സമയം ഏതാണ്? നമസ്കാരത്തിൻ്റെ യഥാർത്ഥ സമയം ഫുഖഹാക്കളിൽ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. അവരിൽ നമസ്കാരത്തിൻ്റെ ആരംഭ സമയത്തിൻ്റെയും നമസ്കാരത്തിൻ്റെ അവസാന സമയത്തിൻ്റെയും ഇടയിൽ അവരുടെ അഭിപ്രായം ചുറ്റിക്കറങ്ങിക്കിടക്കുകയാണ്. ചിലർ ആരംഭ സമയമാണ് യഥാർത്ഥ സമയമെന്നും പിന്നീട് നമസ്കരിക്കുന്നത് ഖള ആകുമെന്നും അഭിപ്രായപ്പെടുന്നു. ചില ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ ആരംഭ സമയം മാത്രമാണ് യഥാർത്ഥ സമയം, പിന്നെ ഉള്ള എല്ലാ സമയവും ഖളയാണ്. പിന്നെ അടുത്ത നമസ്കാരത്തിൻ്റെ സമയം ആരംഭിച്ചാൽ ഖള നമസ്കരിക്കുക എന്നുപോലും അനുവദനീയമല്ല എന്നാകുന്നു. അതുപോലെ ചില ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ ആദ്യ സമയം തന്നെയാണ് ഏറ്റവും നല്ലത്, എന്നാൽ അത് യഥാർത്ഥ സമയമല്ല എന്നാകുന്നു. അതായത് നമസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് നമസ്കരിക്കുന്നത് നല്ലതാണ്, എന്നാൽ ആ സമയത്തിൻ്റെ അവസാനം നമസ്കരിക്കുന്നത് കൊണ്ട്, നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് നമസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, മറിച്ച് ഖള ആവുകയില്ല എന്നാകുന്നു. അങ്ങനെ നിരവധി ഭിന്നാഭിപ്രായങ്ങളെക്കുറിച്ച് ഹുസൂർ പറഞ്ഞതിന് ശേഷം ഹുസൂർ മുന്നോട്ട് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയവും നമസ്കാരത്തിൻ്റെ സമയമായി അംഗീകരിച്ചിട്ടുണ്ട്. നോക്കുക, ഹദീസിൽ വരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയം അറിഞ്ഞുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ അവസാന സമയങ്ങളിൽ നമസ്കരിച്ചിട്ടുണ്ട് എന്നാകുന്നു. തിർമീസി കിതാബുസ്വലാത്ത്. പിന്നീട് ഹുസൂർ മുന്നോട്ട് പറയുന്നു, തീർച്ചയായും ഈയൊരു കാര്യവും നിർബന്ധമായിട്ടുള്ളതാണ്. നമസ്കാരത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ നമസ്കരിക്കുന്നത് അത് കൂടുതൽ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇക്കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹുസൂർ മുന്നോട്ട് പറയുന്നു, അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതിൻ്റെ ഒരു അർത്ഥം നിന്റെ നാഥിൻ്റെ സമക്ഷം നമസ്കരിക്കുക, അതിൻ്റെ ആദ്യ സമയത്തു തന്നെ ആ നമസ്കാരം നിർവഹിക്കുക എന്നാകുന്നു. ഇനി നഹറ എന്ന പദത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം വലഅ യമീനഹു അല ഷിമാലിഹി, അവനവൻ്റെ വലതുകൈ കൈക്ക് മുകളിൽ വെച്ചു. അതായത് നമസ്കരിക്കുമ്പോൾ നാം കൈകെട്ടുന്നതിനെയും നഹറ എന്ന് പറയുന്നു. ഇനി അഥവാ വഹാബികളെ പോലെ മുകളിൽ കൈകെട്ടിയാലും ഹനഫികളെ പോലെ താഴെ കൈകെട്ടിയാലും ശരി, ഏതായാലും വലതുകൈ ഇടതുകൈക്ക് മുകളിൽ കെട്ടുന്നതിന് നഹർ ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാകുന്നു, നീ വലത് കൈ ഇടത് കൈ മുകളിൽ വെച്ച് നമസ്കരിക്കുക. നഹറ എന്ന പദത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം കഴുത്തിന് താഴെയുള്ള ഭാഗവും നെഞ്ചിന് മുകളിലുള്ള ഭാഗവും ആകുന്നു. അതായത് വൻഹർ എന്നതിൻ്റെ അർത്ഥം നെഞ്ചിൻ്റെ മുകളിലെ ഭാഗം തൊടുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൈവെക്കുക എന്നാകുന്നു. ഇതിനെ ഹുസൂർ ഇന്നത്തെ മുഹദ്ദിസീങ്ങൾ അഭിപ്രായപ്പെടുന്നതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം നെഹറ എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥത്തെക്കുറിച്ച് പറയുന്നു. ഹുസൂർ പറയുന്നു, നെഹറ എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥം ഇൻതസബ ബിനഹരിഹി ഇസാ അൽ ഖിബ്ലത്തി എന്നാകുന്നു.
അവർ കിബിലക്കു നേരെ നിന്ന് നമസ്കാരം നിർവഹിച്ചു, അല്ലെങ്കിൽ അവർ കിബിലക്കു നേരെ നിന്നു എന്ന് അർത്ഥം വരുന്നു. അഞ്ചാമത്തെ അർത്ഥം ഇൻതസബ വനഹദ സ്വലാത്ത്, അവർ നേരെ നിന്ന്, അവർ അവരുടെ നെഞ്ച് ശക്തമാക്കി നിന്നു, അതായത് അവർ ഉറച്ചു നിന്നുകൊണ്ട് അവിടെയും ഇവിടെയും നോക്കാതെ നിന്നു എന്ന് ഒരർത്ഥവും ഇതിന് വരുന്നുണ്ട്. ഹുസൂർ മുന്നോട്ട് പറയുന്നു, ഈ വിവിധ അർത്ഥങ്ങൾ, മുകളിൽ പരാമർശിച്ച ഈ വിവിധ അർത്ഥങ്ങളിൽ നിന്ന് ഫസല്ലി ലിറബ്ബിക വൻഹറിന്റെ അർത്ഥം ഇതാകുന്നു: എപ്പോഴും ഔദാര്യം കാണിക്കുന്ന നിന്റെ നാഥനു വേണ്ടി നീ എപ്പോഴും നമസ്കരിക്കുക. അതിൻ്റെ ആ നമസ്കാര സമയത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമസ്കരിക്കുക, കൈകെട്ടിക്കൊണ്ട് നമസ്കരിക്കുക, കിബിലക്കു നേരെ നിന്നുകൊണ്ട് നമസ്കരിക്കുക, അവിടെയും ഇവിടെയും നോക്കാതെ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്നാകുന്നു. അല്ലെങ്കിൽ അതുപോലെ നീ നിന്റെ നാഥനോട് പൂർണ്ണ വിശ്വാസത്തോടെ, വളരെ ആഗ്രഹത്തോടെയും ആവേശത്തോടെയും വിശ്വാസത്തോടെയും ദുആ ചെയ്യുക എന്നും അർത്ഥമാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.